അർമിസെ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. പിന്നെ ഈ എപ്പിസോഡിന് കുറച്ച് വോയിസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാലോ, നല്ല മഴയാണ്, അതുകൊണ്ടാണ്. പിന്നെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ലേറ്റ് ആവണമെന്ന് അറിയാം. എന്താ ചെയ്യുക, ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയായി പോയി. നന്നായിട്ട് വർക്ക് ലോഡൊക്കെ ഉണ്ട്. റെക്കോർഡൊക്കെ എഴുതാനായിട്ട് ഇഷ്ടം പോലെയാണ്. തീരെ ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനൊന്നും. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവണേ. പരമാവധി സ്പീഡിൽ ചെയ്യാൻ നോക്കാം, അത്രയും ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം കേട്ടോ. അന്നോട് പറഞ്ഞത് ഈ ഒഴി തട്ടില്ലേ? എന്തേ പിന്നീട് തോന്നാൻ ജാനു, നീ എന്റെ ജീവന, നീ എന്നെ പറ്റി എന്ത് കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ധ്രുവയുടെ പോലെയല്ല ഞാൻ. എനിക്ക് അത്ര ക്യാഷ് ഒന്നുമില്ല. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെ ഇപ്പോൾ ഈ പൊസിഷനിൽ എത്തിയത്. നീ വിചാരിക്കുന്ന പോലെ ഒരു ഹൈ ക്ലാസ് ജീവിതമൊന്നും എനിക്ക് തരാൻ പറ്റില്ല. എന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്ത കുഞ്ഞുമായി നോക്കിക്കോളാം. ഞാനിത് പറഞ്ഞെന്ന് കരുതി നിന്നെ എനിക്കൊരു ഫോഴ്സ് ഒന്നും ചെയ്യില്ല. ധ്രുവയെ എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഇഷ്ടം പറയുമ്പോൾ വെച്ചിട്ട് കുറെ ദിവസമായി. പക്ഷേ നമ്മളെ ഷോ വിളിച്ച് ചെയ്തിട്ട് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. നീ പെട്ടെന്ന് മറുപടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കായിരുന്നോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. If you don't mind, എന്റെ കൂടെ ഒന്ന് വരാമോ? ഓക്കെ, ഞാൻ വരാം. എന്താ തനിക്ക് പറയാനുള്ളത്? അത് പിന്നെ ചോദിക്കുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്നോട്. എന്തോ ധ്രുവേട്ടന്റെ സോറി, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? ധ്രുവേട്ടന് ഈ വിവാഹത്തിനോട് വേഗയുടെയും ധ്രുവയുടെയും സംസാരം കണ്ട യാമിനി ഒരു പരിഭ്രമത്തോടെ ഓടി വരുന്നുണ്ട്. നിങ്ങളോട് നിൽക്കാണോ? വന്നേ, അവിടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങളെല്ലാവരും അന്വേഷിക്ക. ആഹാ, രണ്ടാളും ഇവിടെ മാറി നിന്ന് സംസാരിക്കായിരുന്നു. ദേ മോനെ, ഇന്നത്തെ രാത്രി കൂടെ നീ ഒന്ന് ക്ഷമിക്കടാ. നാളെ തൊട്ട് രണ്ടാൾക്കും എന്നും സംസാരിക്കാലോ. അതെ അതെ. ധ്രുവേട്ടനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്റെ ഈശ്വര. മനസ്സിൽ എന്താ ഇത്ര പേടി? ധ്രുവേട്ടന്റെ പെരുമാറ്റം അതെന്താ എന്നെ ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ആവുന്നു. ചിലപ്പോ ഇതൊക്കെ വെറും ഒരു തോന്നല് മാത്രമാവാം. വേഗ, നീ എന്താ ഇവിടെ ആലോചിക്കുന്നേ? വാ ഇവിടെ. ജാനു, എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. ജാനു, എടാ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്താടി? എന്താ പ്രശ്നം? എനിക്ക് നാളെ മോർണിംഗ് തന്നെ ബാംഗ്ലൂർ എത്തണം. ഒരു കോസ്റ്റ്യൂം അത്യാവശ്യമായി ഡിസൈൻ ചെയ്യണം. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. നാളെ മോർണിംഗ് 8 മണിക്കാ ക്ലൈന്റ് മീറ്റിംഗ്. അതിനു മുമ്പേ എനിക്ക് ഇവിടെ എത്തിയേ പറ്റൂ. നൈറ്റാ ഫ്ലൈറ്റ്, അതുകൊണ്ട് ഞാൻ പോവാ ഇപ്പോ. അപ്പോ നീ ഇപ്പൊ തന്നെ പോവാണോ? അതെ ജാനു, എന്റെ സിറ്റുവേഷൻ അതായി പോയടാ. ഐ എം സോറി, എനിക്ക് പോയേ പറ്റൂ, അതാ. അപ്പോ നിനക്ക് നിന്റെ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? വേണം, ഞാൻ രാമേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ കാറെടുത്ത് വരാന്ന് പറഞ്ഞു. വേഗമോളെ, ഈ സ്വീറ്റ്സ് എടുത്ത് ധ്രുവയ്ക്ക് കൊടുക്ക്. പിന്നെ ധ്രുവ, ഡാ, നീ ഇതെടുത്ത് മോൾക്കും കൊടുക്ക്. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി. മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ. ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരിയായി. ജന്മവീണയിലെ കമാം സ്വരമന്ത്രണം നീയേ. രുദ്ര, നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ. പിന്നെ
രുദ്ര, ദാ ഇത് കഴിക്കേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേ. സോ ഇപ്പോഴേ നമുക്കിതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാടോ. അത് പിന്നെ സ്റ്റീവനോട് പിണങ്ങി കാണും. എടാ വിക്രാന്തി, നിന്റെ അന്ത്യം മിക്കവാറും എന്റെ കൈ കൊണ്ടാവും. എല്ലാം എടുത്തില്ലേ നീ? എടുത്തു. എന്നെ ആക്കാൻ നീ വരണ്ട ചാനു. ഞാൻ രാമേട്ടനെ കൂട്ടി പോയിക്കോളാം. ഹോപ്പേട്ട, ചേട്ടൻ ഇവളെയും കൂട്ടി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കോ. ഞങ്ങളും വരാടോ കൊണ്ടുവന്നാക്കാൻ. വേണ്ട, ഞാൻ പോണ നേരത്ത് ഇവളെ കണ്ട അത് വേണ്ട രാമേട്ട, നമുക്കിറങ്ങാം. ഓക്കേടാ ഹോപ്പ്, ഞാൻ പോയി വരാം. നിങ്ങൾ ജാനുവിന്റെ 2 വീലർ എടുത്തോ. ആടാ ശരി, ഞങ്ങൾ പോയിക്കോളാം. നിന്നെ ഇറങ്ങിക്കോ എന്നാ. ജാനു, എന്നാ നീ ഫ്ലാറ്റിലൊക്കെ നമുക്കും പോവാം. ഹോപ്പേട്ട, നമ്മൾ ഹാളിൽ വെച്ച് പറഞ്ഞ കാര്യം. ജാനു, ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. പിന്നെ നീ ഈ കാര്യം നന്നായി ആലോചിച്ച് വേണം എനിക്കൊരു മറുപടി തരാൻ. ബിക്കോസ് ഇപ്പം നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അതോർത്ത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. കാരണം നീ എൻ്റെ ജീവനാ ജാനു. നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന അവസ്ഥ എനിക്കിപ്പോൾ. എന്നെ വിട്ട് ഒരിക്കലും നീ പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ എന്നോട് എസ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. നമ്മുടെ ജാനുവിന് ഹോപ്പിൻ്റെ വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കാം. അവൾ അവനെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് സിന്ദൂരമെടുത്ത് ഹോപ്പിന് നേരെ ചുറ്റി. ജാനു, ആർ യു ഷുവർ? ഷുവർ. ഇതിലും വലിയ ഉറപ്പ് എനിക്ക് തരാനാവില്ല. ഹോപ്പേട്ടൻ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്തു തരണം. ഈ താലി അതിൻ്റെ കഴുത്തിൽ ചേർത്തണം. ജാനു, ഒന്നും പറയണ്ട. ധ്രുവയുടെ മാരേജിന് മുമ്പേ ഞാൻ ഹോപ്പേട്ടൻ്റെ ആവണം. ജാനു പ്ലീസ്, നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യില്ലേ. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. അപ്പോൾ എന്നോടുള്ള സ്നേഹം സത്യമല്ലേ? ഞാൻ ഹോപ്പേട്ടൻ്റെ ആവണമെന്നില്ലെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. ജാനു, ഞാൻ പറയുന്നത് നീ കേക്ക്. നിക്ക്. എനിക്ക് സമ്മതമാണ് ജാനു നിന്നെ വിവാഹം കഴിക്കാൻ. ജാനു നിക്ക്, നല്ല മഴ പെയ്യുന്നുണ്ട്. ഉണരാൻ വരൂ അഴകോടെ മിഴിയിൽ വരൂ. ഹോ നിന്നിൽ നിറയാൻ മാത്രം ഞാനീ മഴയായി. ഹൃദയം നീട്ടു എന്നെ ആണിയാ. ഓഹോ നിൻ കിനാക്കളിൽ ഞാൻ. ജാനു, make this moment more memorable. ഓ നിന്നിൽ നിറയാൻ മാത്രം ഞാനീ മഴയായി. ഹൃദയം നീട്ടു എന്നെ ആണിയാ. നാളെ മാരേജിന് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നീ ഞങ്ങളോട് പിണങ്ങൊന്നും ചെയ്യല്ലേടാ അളിയാ. എടാ അളിയാ, എവിടെടാ നിന്റെ കൊച്ച്? ആ, ഞാനിപ്പോൾ വിളിക്കാം. വേഗാ. നിന്റെ കൊച്ചിനെ കാണാൻ നല്ല രസമുണ്ടല്ലോ. നീ ഫോർ ഈച്ചകൾ തന്നെ. അതെ, ശിവനും പാർവതിയും പോലെ.
ഇവളെ കാണുമ്പോൾ എനിക്കെന്താ എങ്ങനെ കാണുമ്പോൾ പാവം, എന്നാ ഇവളുടെ ഫാമിലിയുടെയും സ്വഭാവം. ഇത് കുടിച്ചാ അവളുടെ ബോധം പോകുന്ന ഉറപ്പല്ലേ? ആടാ, അവൾക്ക് എന്താ സംഭവിക്കണേന്ന് അവൾക്ക് തന്നെ അറിയില്ല. ഓർമ്മയുണ്ടാവും, ബട്ട് ഉറങ്ങി എണീറ്റ ഇത് കഴിച്ചിട്ട് നടന്ന കാര്യങ്ങളൊന്നും ഓർക്കാനാവില്ല. അപ്പോ ഇന്നത് വെച്ച് ഞാൻ കലക്കും. നീ അവളെയല്ലേ കിട്ടുന്നേ, പിന്നെ എന്തിനാ? ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ എന്നേക്കുമായി അവൾ എനിക്ക് നഷ്ടപ്പെടാം. സോ ഈ രാത്രി അതെനിക്ക് വേണം. ആരുടെയും കണ്ണിൽപ്പെടാതെ നീ വേഗം പോയിക്കോ. രുദ്ര, നിനക്ക് നല്ല ക്ഷീണം കാണും. ഈ ജ്യൂസ് കുടിച്ചോ? വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട. നോ, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കുടിച്ചേ പറ്റൂ. ഇതേ സമയം വിക്രാന്തിനൊരു കോൾ വന്നു. അവനവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയിട്ടോ. എന്നാൽ ഇതെല്ലാം ധ്രുവ കാണുന്നുണ്ടായിരുന്നു. ധ്രുവ രുദ്രയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് വേഗം രുദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ചേച്ചി, എന്തു പറ്റി? എന്താണെന്ന് അറിയില്ല രുദ്രമോടെ, നല്ല തലവേദന. ചിലപ്പോ ഈ ബഹളം കൊണ്ടായിരിക്കും. എന്നാ ചേച്ചി ഈ ജ്യൂസ് കുടിച്ചോ? ആ, താങ്ക് യു. ഇതെനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ അനിയത്തിക്ക് പണി കൊടുക്കാൻ നോക്കിയതാ. ആ കുരുക്കില് സ്വന്തം പെങ്ങള് തന്നെ വീണല്ലോ. ധ്രുവ, എന്താ അമ്മേ? നിങ്ങൾ പോവാൻ നോക്കിക്കോ. നാളെ നേരത്തെ ഒരുങ്ങാനുള്ളതല്ലേ. വേഗമോടെ വീട്ടിലാക്കിട്ട് പോയാ മതി. ഇവിടുത്തെ ഫംഗ്ഷൻ കഴിയുമ്പോ ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം. അമ്മേ, ഞാനോ? അവള് വിക്രാന്തിന്റെ കൂടെ പോയിക്കോളും. അതെങ്ങനെ ശരിയാവും? ഇവിടത്തെ തിരക്ക് നീ കാണുന്നതല്ലേ. ഇനിയും ഒത്തിരി പേര് ഫുഡ് കഴിക്കാറുണ്ട്. വേഗമോൾ കണിയെ വയ്യാതായി തുടങ്ങി. നീ ചെല്ലാൻ നോക്ക്. ആ, ഓക്കെ. ഇനി എൻ്റെ അമ്മക്കുട്ടി അതിന് പിണങ്ങണ്ട. രുദ്ര, നീ വരുന്നുണ്ടോ? ഞാൻ സ്റ്റീവിന്റെ കൂടെ വരാം. ചേട്ടൻ ചേച്ചിയാക്കിട്ട് വന്നാ മതി. സ്റ്റീവ്, എന്നാ നിങ്ങളും ആയോ? ഓക്കേടാ. ഈ സമയം കൊണ്ട് നമ്മുടെ വേഗം ആകെ താളം തെറ്റിയ അവസ്ഥയായി. അവൾക്കെല്ലാം 2-3 ആയിട്ട് കാണാൻ തുടങ്ങി. പിന്നെ വെറുതെ ഇരുന്ന് ചിരിക്കാനും തുടങ്ങി. അയ്യോ, ഇവളിത് എന്താ കാണിക്കണേ? പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയില്ലെങ്കിൽ പണി പാടും. വേഗ ഇവിടെ വാ. ഞാൻ വരണില്ല. ഇങ്ങോട്ട് വാ പെണ്ണെ, കാറി കയറാൻ. ഇല്ല, ഞാൻ വരില്ല. അല്ലെങ്കിൽ എന്നെ എടുക്ക്. അല്ലാതെ ഞാൻ കാറിൽ കയറുന്ന പ്രശ്നമില്ല. ഇവിടെ വാടി. ഇയാളോട് ഞാൻ പിണക്കാം. ഞാൻ മിണ്ടൂല. ആ, അതാ നല്ലത്. കാര്യം എന്തൊക്കെയായാലും അവളുടെ അവസ്ഥ അവന് എന്തോ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അവന് വീടെത്തി. ധ്രുവ വേഗയുടെ ബാഗിൽ താക്കോൽ നോക്കിയിട്ടാണെങ്കിൽ കാണുന്നുമില്ല. അതുകൊണ്ട് അവൻ യാമിനെ വിളിക്കാനായിട്ട് കാറിന് വെളിയിൽ ഇറങ്ങി. ധ്രുവേട്ട, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. അന്ന് ആ ഡാൻസ് കഴിഞ്ഞില്ലേ, അപ്പൊ തൊട്ടേ ഇഷ്ടാ. പറ്റിയ സ്ഥലം താക്കോല് വെക്കാൻ ചെടിച്ചട്ടി. എന്തൊരു കുബുദ്ധിയാ അമ്മയ്ക്കും മകൾക്കും. അത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കിട്ടിയെങ്കിൽ. കാണുമ്പോ പാച്ചക്കനമുള്ളൂന്ന് തോന്നും. എന്നാലും എന്തൊരു മുടിഞ്ഞ വെയിറ്റാ അവൾക്ക്. എനിക്കറിയില്ല, നിന്നെ ഞാൻ മുമ്പ് എപ്പോഴോ കണ്ടു മറന്നതുപോലെ. എന്തോ നമ്മൾ തമ്മിൽ മുൻജന്മ ബന്ധം പോയി. പക്ഷേ നിന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ പെണ്ണായി കാണാനാവില്ല. എൻ്റെ റീസൺ മറ്റുള്ളവർക്ക് ചെറുതായി തോന്നാം,
പക്ഷേ എനിക്കങ്ങനെയല്ല. അപ്പു, എൻ്റെ അപ്പു, അവൾ എന്നെ വിട്ട് എന്നേക്കുമായി പോയി. അതിനുശേഷം എൻ്റെ മനസ്സ് കാണണമെന്നാഗ്രഹിച്ച മറ്റൊരാൾ വന്നു. പേരോ നാടോ എന്തിന് മുഖം പോലും ഞാൻ കണ്ടില്ല. പക്ഷേ അവളുടെ മനസ്സ്, അതെനിക്ക് കാണാനായി. അവളെ എനിക്ക് വേണം. ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത്ര സന്തോഷം കൊടുക്കണം. അവളുടെ ഓരോ വാക്കിലും അവൾ അനുഭവിച്ച വേദന എനിക്കറിയാനായി. എന്നാൽ നീയും നിന്റെ അമ്മയും ചെയ്തു കൂട്ടുന്നതിനൊക്കെ എന്നെ പകരം ചോദിക്കും ഞാനിതിന്. നീയും ഒരു പെണ്ണല്ലേ? എന്നിട്ടും മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു. രുദ്രയും സ്റ്റീവുമായുള്ള മാരേജ് കഴിയുന്നതുവരെ നിനക്കെൻ്റെ താലിക്ക് അവകാശിയാവാൻ പറ്റൂ. ഉറങ്ങിക്കോ സമാധാനമായി. നാളെ മുതൽ നീ ഈ സമാധാനം എന്തെന്നറിയില്ല. ആഹാ, ഇതാരൊക്കെയാ? വരൂ വരൂ. ഞങ്ങള് വൈകിയൊന്നുമില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നുമില്ല, മുഹൂർത്തം ആവുന്നതേ ഉള്ളൂ. റാം, മുഹൂർത്തമാറായി. ഹോപ്പ് ഇത് അവിടെ പോയി കിടക്കുക. ഫോൺ ഓഫാണ്. അവനും ജാൻവിയും ഇന്നലെ ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങാൻ നിന്നതാ. പിന്നെ ഇതെന്ത് പറ്റിയാവോ എന്തോ. നീ ഇത് ധ്രുവയോട് പറയണ്ട, കുറച്ചുകൂടി നോക്കാം. എന്നിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടത് ചെയ്യാം. നിങ്ങളിതെന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ നിങ്ങക്ക് പറ്റിയേ? ആ വന്നല്ലോ രണ്ടാളും. ഡാ, നിങ്ങളിത് എവിടെ അറിഞ്ഞു? അത് പിന്നെ ജാനുവിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇന്നലെ ഇറങ്ങാൻ നിന്നപ്പോഴാ മഴ. അപ്പോ അവിടെ തന്നെ നിന്നു. ജാനു ചേച്ചി വാ, നമുക്ക് വേഗ ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ചേട്ടാ ഒന്ന് വേഗം പോ. മോളിത് കണ്ടില്ലേ? നല്ല ട്രാഫിക്കാ. ഓ ഷിറ്റ്. ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല ഇത്. ഇതൊരിക്കലും ഒരു താലിയല്ല, വെറും ഒരു ചരട് മാത്രമാണ് എനിക്ക്. ഇവൾ എൻ്റെ ഭാര്യ ആവില്ല ഒരിക്കലും. ഞാൻ ആഗ്രഹിക്കുന്ന ആളെ കണ്ടെത്താനാവണേ. ഈ താലി അതിനൊരു തടസ്സമാവല്ലേ ഭഗവാനെ. ഭഗവാനെ, പുതിയൊരു ജീവിതമാണ് എനിക്കിത്. ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും ധ്രുവേട്ടനെ തന്നെ എനിക്ക് ഭർത്താവായി തരണം. അർജുൻ, നീ ഇതെപ്പ എത്തി? ഞാനൊന്ന് അവളുടെ അടുത്തൊന്ന് മാറിയപ്പോ അവളെ ഇനി അകറ്റാൻ നോക്കിയല്ലേ. വിട്ടു കൊടുക്കില്ല ഒരുത്തനും അവളെ. വേഗ എന്റെയാ. വേഗ ആ പേര് അവൾക്ക് ഞാനാ സമ്മാനിച്ചത്. അതൊന്നും അവളെ മറ്റാർക്കും കൊടുക്കാനല്ല. നിങ്ങളും എന്റെ അച്ഛനും ചെയ്ത ക്രൂരത അത് ഞാൻ അറിയിക്കും വേഗയെ. പിന്നെ നിങ്ങൾക്ക് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കാം. ഓഹോ, അങ്ങനെയാണോ? മോനെ അർജുൻ, നീ എന്താ പറഞ്ഞാലും അതിന്റെ ദോഷം എനിക്കല്ല, നിന്റെ വേഗയ്ക്ക് തന്നെയാ. അയ്യോ സോറി, ഞാനതങ്ങ് മറന്നു. ധ്രുവയുടെ വേഗയ്ക്ക്. ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ അവളുടെ അവസ്ഥ. പിന്നെ അവൾക്ക് ഇഷ്ടാണ് അവനെ. നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. അർജുൻ, അർജുൻ, ഞാൻ നീ വരില്ലെന്നാ വിചാരിച്ചേ. നീ ഇതെപ്പോ വന്നു? കുറച്ച് ലേറ്റായ ഞാൻ എത്തിയേ. അവൾ ആരോടാ ഇത്ര ക്ലോസ് ആയി നിൽക്കുന്നേ? കാര്യം എന്തൊക്കെയായാലും അവളിപ്പോ എന്റെ ഭാര്യ. അതെ, ഇത് എന്റെ അമ്മാവന്റെ മോനാ അർജുൻ. ഹായ്, ധ്രുവ കർമ്മ. അർജുൻ നാഥ്.
സ്റ്റീവ് പ്ലീസ് എന്നോട് ഇങ്ങനെ മിണ്ടാതെ നടക്കല്ലേ. രുദ്ര, ഇവിടെ ഒത്തിരി ആളുകളുണ്ട്. നീ ധ്രുവ പറഞ്ഞത് മറന്നോ? ഓക്കെ, ഞാൻ ഇന്നലെ മുതൽ പിന്നാലെ വരുന്നതാ. എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ലാന്ന് നിനക്കും അറിയാം. ഇനി വരില്ല, സോറി. ജാനു, നീ ഇപ്പോ ഓക്കെ അല്ലേ? ഓക്കെ ഓപ്പേട്ടാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ജാനു, ഇതുപോലെ ഒരിക്കലും നിന്റെ കഴുത്തിൽ താടി കിട്ടണമെന്ന്, എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും സമൂഹത്തോടും കൂടി. ഓപ്പേട്ടാ, നമുക്ക് ഒന്നുകൂടി കെട്ടണോ? ഞാൻ കെട്ടാൻ റെഡിയാ. കെട്ടാൻ മാത്രാണോ അതോ? ഓപ്പേട്ടാ. പോപ്പേ, ഇന്നലെ നീ തന്നത് അവൾക്ക് ഏറ്റില്ല. എന്റെ മച്ചാനെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഈ സാധനം സെറ്റാണ്, 100% വർക്കിംഗ്, ഉറപ്പ്. ഇത് ഓക്കെ ആയില്ലെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പിന്നെ പറയണ്ടല്ലോ. വേഗമോളെ, അമ്മ ഇറങ്ങാട്ടോ. എന്റെ മോള് വിഷമിക്കരുത്. എന്താ യാമിനി, കൊച്ചുകുട്ടികളെ പോലെ. വേഗമോളെ, ഞാൻ എന്റെ രുദ്രമോളെ പോലെ തന്നെ നോക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങാട്ടോ. സൂര്യേട്ടാ, ദുർഗ, പോയി വരാം. എന്നാ ശരി യാമിനി, പോയിട്ട് വാ. അയ്യോ അമ്മേ, എന്റെ വയറ്. അയ്യോ എന്റെ മോനെ, എന്തു പറ്റി? നല്ല വയറുവേദന, സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചേട്ടനെ, അതാ നല്ലത്. ഏയ് അതൊന്നും വേണ്ട, ഒന്ന് റെസ്റ്റ് എടുത്താ മാറും. എന്നാ ഇന്നിവിടെ നിക്കാം യാമിനി, മറുത്തൊന്നും പറയണ്ട. അതെ, വേഗമോൾക്കും സന്തോഷാവും. മോൻ വായു. രുദ്രമോളെ, മോളെ റൂം കാണിച്ചു കൊടുത്തേ. ഒരു മാൻ. വാ വിക്രാന്തേട്ടാ. രുദ്രമോളെ, അമ്മ ഇപ്പൊ വരാം. അച്ഛന് മെഡിസിൻ കൊടുക്കാറായി. ചേച്ചിക്ക് മോളി പാലെടുത്തു കൊടുത്തോ? പിന്നെ ഇത് മോളും കുടിച്ചോ? എന്റെ അമ്മ കുട്ടി. രുദ്ര, എനിക്കൊരു ലെമൺ ടീ ഇട്ട് തരുമോ? വിക്രാന്തേട്ടാ, ഇപ്പൊ എടുക്കാം. അവൾ ചായ വയ്ക്കാൻ പോയ നേരത്ത് വിക്രാന്ത് അതിലൊരു ഗ്ലാസ്സിൽ മെഡിസിൻ ചേർക്കുന്നു. അതേസമയം അവനൊരു കോളും വരുന്നുണ്ട്. അവനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. രുദ്രമോളെ, നീ ഇവിടെ എന്ത് ചെയ്യാ? ചേച്ചിക്കുട്ടി, ഞാൻ ചായ വെക്കാം. നല്ല ക്ഷീണം കാണൂല്ലേ? രാവിലെ തൊട്ടു തിക്കും തിരക്കും തിരുവാതിരയായിരുന്നു. അതിനു മുമ്പ് ഒരു ഗ്ലാസ് പാലെടുത്തോ, എന്നിട്ട് വേഗം സ്റ്റാൻഡ് വിട്ടോ. എന്റെ ചേട്ടനോടെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. ഒന്ന് പോയി എന്റെ രുദ്രമോളെ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. വേഗം പോയതും രുദ്ര ആ പാലെടുത്ത് കുടിക്കുന്നു. മെഡിസിൻ കലക്കിയ പാല് നമ്മുടെ വേഗയാണ് കേട്ടോ കൊണ്ടുപോയത്. വിക്രാന്ത് വന്നപ്പോൾ അവൻ വിചാരിച്ചു രുദ്രയാണത് കുടിച്ചേന്ന്. ഇത് നീ കുടിക്കേണ്ട. ഇന്ന് തന്നെ നീ മനസ്സിലാക്കണം എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. ഒരു തുള്ളി പാല് പോലും ബാക്കി വയ്ക്കാതെ ഫുള്ളും നമ്മുടെ തന്നെ കുടിച്ചു. അത് കാരണം നമ്മുടെ വേഗത്തിൽ വിഷമായി. എന്താ എനിക്ക് പറ്റുന്നേ? എന്താ പറ്റി? ഓക്കേ?
വീട്ടിൽ വെച്ചോ